നമസ്കാരം. നമ്മൾക്കൊരു ബോയ് ഉണ്ടാക്കാനായിട്ട് പഠിച്ചാലോ? നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന ക്രാഫ്റ്റ് ആണ് ബോയ് എന്ന് പറയുന്നത് അല്ലേ? നമ്മളൊരു ഗിഫ്റ്റ് ബോക്സ് ചെയ്യുകയാണെങ്കിൽ, ഒരു കാർഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ബോയ് എന്ന് പറയുന്നത്. സോ നമുക്ക് വളരെ ഈസി ആൻഡ് സിമ്പിൾ ആയിട്ട് ഈ ഒരു ബോയ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കാം. ഞാനിവിടെ ഗിൽറ്റർ ഷീറ്റാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, 4 സൈഡും 10 സെന്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ പേപ്പർ ഞാനിവിടെ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു കോണിൽ നിന്നും അടുത്ത കോണിലോട്ട് ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഓക്കെ, 2 കോണിലും ഇതേപോലെ വരച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾക്ക് ടോട്ടല് 4 ട്രയാങ്കിൾ ഷേപ്പ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇതേപോലെ ഒരു കോണിൽ നിന്നും ഒരു കോണിലോട്ട് 2 സൈഡിലും വരച്ചു കൊടുക്കുന്ന സമയത്ത് 4 ട്രയാങ്കിളിലെ ഒരു പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി സെന്ററിൽ നിന്നും ആ ലൈനിലോട്ട് 1 സെന്റിമീറ്റർ ഗ്യാപ്പ് വെച്ചിട്ട് ഇതേപോലെ ഓരോ പോയിന്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, സെന്ററിൽ നിന്നും ആ ഒരു പോയിന്റിലോട്ട് 1 സെന്റിമീറ്റർ ഗ്യാപ്പാണ് വരുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പെന്നും കൊണ്ട് ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, സെന്ററിൽ നിന്നും ആ ഒരു പോയിന്റിലോട്ടുള്ള ഗ്യാപ്പ് 1 സെന്റിമീറ്റർ ആണ്. ഇനി ആ ഒരു കോണിൽ നിന്നും ആ ഒരു പോയിന്റ് വരെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. കറക്റ്റ് ആയിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഒരു കോണിൽ നിന്നും ആ ഒരു പോയിന്റ് ഇട്ട ആ ഒരു സ്പേസ് വരെ കറക്റ്റ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൽ കൂടുതൽ കട്ട് ചെയ്ത് പോകാനായിട്ട് പാടില്ല. ആ ഒരു 1 സെന്റിമീറ്ററിൽ നമ്മൾ പോയിന്റ് ഇട്ടിട്ടുണ്ടല്ലോ, അത് കറക്റ്റ് ആയിട്ട് ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ആ ഒരു പോയിന്റ് ഇട്ടിട്ടുള്ളത്. കറക്റ്റ് ആയിട്ട് ആ പോയിന്റിൽ വരുന്നത് പോലെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ ഈ ഒരു ഷേപ്പിലായിരിക്കും നമ്മൾക്ക് കിട്ടുന്നുണ്ടാവുക കേട്ടോ. ഞാനിവിടെ ഗിൽറ്റർ ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ബാക്കിലായിട്ട് ഗ്ലൂ ഉണ്ട് കേട്ടോ. ആ ഒരു സ്റ്റിക്കറിന്റെ ഭാഗം നമുക്ക് ഇതേപോലെ ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇത് ഒട്ടിക്കാനായിട്ട് പറ്റും, സ്റ്റിക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ഗിൽറ്റർ ഷീറ്റ് ഇല്ലെങ്കിൽ ഇഷ്ടമുള്ള ഷീറ്റെല്ലാം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ നമ്മുടെ ക്രാഫ്റ്റ് പേപ്പർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ അതാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി ഒട്ടിക്കുന്ന സ്ഥലത്തെല്ലാം. ഓക്കെ, ഞാൻ അതിന്റെ ബാക്കിലുള്ള ഒരു ഷീറ്റ് പീൽ ചെയ്ത് കളയുന്നുണ്ട്. സോ അതിന്റെ ബാക്കിലെല്ലാം ഫുൾ ആയിട്ട് ഗ്ലൂ ആയിരിക്കും കേട്ടോ ഇപ്പൊ ഉണ്ടാവുക. ഇനിയുള്ള സ്റ്റെപ്പ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് വീഡിയോ കറക്റ്റ് ആയിട്ട് ഒന്ന് നോക്കി മനസ്സിലാക്കുക. ഓരോ കോണിൽ നിന്നും ഓരോ ട്രയാങ്കിളിന്റെ സൈഡും സെന്ററിലോട്ട് ഇതേപോലെ കൊണ്ടുവന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇതിൽ ഓൾറെഡി ഗ്ലൂ ഉള്ളത് കൊണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങളുടെ കയ്യിൽ ക്രാഫ്റ്റ് പേപ്പർ ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഗ്ലൂ വെച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, ഓപ്പോസിറ്റ് ഉള്ള 2 ട്രയാങ്കിളിന്റെ പോർഷൻ മാത്രമാണ് നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. 4 സൈഡും ഒട്ടിക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും 2 സൈഡ്, ഓക്കെ, ഓപ്പോസിറ്റ് ഉള്ള 2 സൈഡ് നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഒരു ട്രയാങ്കിളിലെ 2 സൈഡും സെന്ററിലോട്ട് കൊണ്ടുവന്ന് ഇതേപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ 2 സൈഡ് നമുക്ക് ഇതേപോലെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. 2 സൈഡ് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു വീതിയിൽ ഒരു സ്ട്രൈറ്റ് ലൈൻ 2 ലൈൻ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ശേഷം നമുക്ക് അതിനെ കട്ട് ചെയ്തെടുക്കണം. ഇതിന്റെ ബാക്കി സ്പേസ് നമുക്ക് ആവശ്യമില്ല. ഈ ഒരു സെന്ററിൽ ഒരു 2 ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, ഒരു 1 സെന്റിമീറ്റർ വീതിയിൽ ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം ബാക്കി സ്പേസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ആ സെന്ററിലെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണ്. കണ്ടോ, അതിന്റെ സൈഡിലുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം. ആ ഒരു 1 സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു പീസ് മാത്രമാണ് ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ. ഇനി അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഭാഗം കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അതിന്റെ കറക്റ്റ് മിഡിലായിട്ട് ഒരു കുഞ്ഞ് ട്രയാങ്കിളിലെ ഷേപ്പ് വരച്ചു കൊടുക്കുക. ഓക്കെ, ഇതേപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു കുഞ്ഞ് ട്രയാങ്കിൾ ആണ്, വലിയ ട്രയാങ്കിൾ അല്ല, ഒരു കുഞ്ഞ് ട്രയാങ്കിൾ വരച്ചു കൊടുക്കുക. ഓക്കെ, അതിന്റെ റിബൺ കെട്ടിയിട്ട് അതിന്റെ താഴോട്ട് വരുന്ന ഭാഗമാണ് നമ്മൾ അവിടെ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കണ്ടോ, ഒരു കുഞ്ഞ് ട്രയാങ്കിൾ ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ആവശ്യമില്ല, ഉള്ളിലെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ആ ഒരു ബോയിന്റെ ഷേപ്പിലോട്ട് നമ്മുടെ ക്രാഫ്റ്റ് വന്നിട്ടുണ്ട്. ആ ഒരു സെന്ററിലെ പോർഷനും കൂടി കട്ട് ചെയ്ത് കളയുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ക്രാഫ്റ്റിന്റെ ബേസിക് ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നമുക്കിത് റിബൺ യൂസ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലുള്ള ക്രാഫ്റ്റ് പേപ്പർ യൂസ് ചെയ്തിട്ടും ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി നമ്മളുടെ റിബന്റെ താഴത്തെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ കുറച്ചും കൂടി റിബന്റെ ഒരു റിയലിസ്റ്റിക് ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ട്രയാങ്കിളിലെ പീസും കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പൊ ആ റിബന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫീൽ നമുക്കവിടെ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നോക്കിയേ, ഇതേപോലെയും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിന്റെ മുകൾ ഭാഗത്തായിട്ട് നീളത്തിൽ നിൽക്കുന്ന ഒരു പീസ് ഉണ്ടല്ലോ, അത് ഇതേപോലെ ഒന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ റിബൺ കെട്ടിയിരിക്കുന്നത് പോലെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ.
കണ്ടോ ഇതേപോലെ കറക്റ്റ് ആയിട്ട് അതിന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തിട്ട് റൗണ്ട് ചെയ്തിട്ട് ഇതേപോലെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോയ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ സ്റ്റെപ്പുള്ളൂ, നമുക്കിത് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഞാനിവിടെ ഗിൽറ്റർ ഷീറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഏത് ഷീറ്റ് യൂസ് ചെയ്തിട്ടും ഈ ഒരു സെയിം ബോയ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മുടെ A4 ഷീറ്റ് യൂസ് ചെയ്തിട്ടും ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുറേ ടെക്നിക്ക് ഉണ്ട് ബോയ് ഉണ്ടാക്കാനായിട്ട്, കുറേ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. സോ ഇത് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ടെക്നിക്കാണ്. സോ അതിന്റെ ബേസിക് ഐഡിയ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ട് വേറെ കുറെ രീതിയിൽ നമുക്ക് ഇതിനെ ട്രൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. സോ മസ്റ്റ് ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമ്മളൊരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കാർഡ് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്രാഫ്റ്റ് ആണല്ലോ ബോയ് എന്ന് പറയുന്നത്. സോ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാനായിട്ട് പറ്റും. സോ മസ്റ്റ് ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ഈസി സ്റ്റെപ്പ് ഉള്ളൂ. സോ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.